ഇതാണ് ഗർഭകാലത്ത് അവളുടെ ബോഡിയിൽ സംഭവിക്കുന്നത്. 1-ാം മാസം രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഭക്ഷണമെല്ലാം ഗന്ധം ശ്വസിച്ചാൽ പോലും ഛർദ്ദിച്ചു പുറത്തേക്ക് തള്ളും. 2-ാം മാസം ക്ഷീണം മുറുകും. അവൾ 14 മണിക്കൂറോളം മതിവരാതെ ഉറങ്ങും. എങ്കിലും ക്ഷീണം വിടാതെ പിന്തുടരും. 4-ാം മാസം അവയവങ്ങൾ ചലിക്കാൻ തുടങ്ങും. കുടലുകൾ മുകളിലേക്ക് വലിയും. കാരണം അതിഥി കിടക്കാനുള്ള സ്ഥലം കണ്ടെത്തുകയാണ്. 5-ാം മാസം അവളുടെ അനുവാദമില്ലാതെ ഓരോരുത്തർ വന്ന് വയറിൽ തൊട്ടിട്ടു പോകും. 6-ാം മാസം വാരിയെല്ലുകൾ വികസിക്കും. ശ്വാസകോശം ചുരുങ്ങും. ഇതുമൂലം അവൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടും. ബേബി മൂത്രസഞ്ചിയിലിരിക്കുന്നതായി തോന്നും. ഓരോ 30 മിനിറ്റിലും മൂത്രശങ്കയുണ്ടാകും. 7-ാം മാസം എവിടെ തിരിഞ്ഞാലും വേദന അനുഭവപ്പെടും. 8-ാം മാസം 3 സ്പൂൺ ആഹാരം കഴിച്ചാൽ പോലും വയർ ഫുള്ളായി തോന്നും. പക്ഷേ 20 മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും വിശക്കും. 9-ാം മാസം നടക്കാനും ശ്വാസമെടുക്കാനും ഉറങ്ങാനും ബുദ്ധിമുട്ടും. ഒടുവിൽ ലേബർ റൂമിൽ അവളുടെ ശരീരത്തിന് കഴിയില്ല എന്ന് കരുതുന്ന കാര്യം അവൾ അവിടെ സാധ്യമാക്കും. ഇടുപസ്ഥികൾ വികസിക്കും. ഗർഭാശയമുഖം 10 സെന്റിമീറ്റർ വിടരും. ട്രോഫി പുറത്തു വന്നിരിക്കുന്നു. എന്നാൽ പ്രസവശേഷവും അവളെ കണ്ടാൽ 6 മാസം ഗർഭിണിയായി അനുഭവപ്പെടും. ഒടുവിൽ കഷ്ടതകൾ സഹിച്ച് നേടിയ ട്രോഫിയെ നോക്കി അവൾ കണ്ണീർ പൊഴിക്കും.